ഹായ് ഫ്രണ്ട്സ്, പുതുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഓണം സ്പെഷ്യൽ റെസിപ്പിയിൽ കാണിക്കാൻ പോകുന്ന ഒരു ബീട്രൂട്ട് കിച്ചടിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇനി നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 കപ്പ് തൈര്, നല്ല കട്ട തൈര് തന്നെ എടുക്കണം, ഒരു തണ്ട് കറിവേപ്പില, ഒരു വറ്റൽ മുളക്, 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ബീട്രൂട്ട് 5 മിനിറ്റ് നന്നായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് വേകണം. ഉപ്പൊന്നും ഇടണ്ട, ഞാൻ ചുമ്മാ അങ്ങ് തിളപ്പിച്ചെടുക്കുവാണ്. ഒരു 5 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം നമുക്ക്. ഈ ബീട്രൂട്ട് ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും, കുറച്ച് പച്ചത്തേങ്ങയും, ഒരു 1/2 കപ്പ് പച്ചത്തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ട് നല്ല നൈസായിട്ടങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ടും കൂടി അരച്ചെടുക്കാം. ബീട്രൂട്ട് ചെറിയ ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കതങ്ങ് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് വേവിച്ച വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നാലേ നല്ല കളറൊക്കെ കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് നൈസായിട്ടങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ അരപ്പിലേക്ക് അരച്ച് വെച്ച ബീട്രൂട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അവസാനം വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ഇപ്പോഴേ ഒഴിക്കുകയാണെങ്കിൽ ഒരുപാടങ്ങ് വെള്ളമായി പോവും. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 5 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3/4 ഭാഗം തൈര് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് മിക്സ് ചെയ്തിട്ട് തികഞ്ഞില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈര് തന്നെ എടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെങ്കിൽ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ ബീട്രൂട്ട് ഒന്ന് കുക്ക് ആവുന്ന സമയം മാത്രമേ ഉള്ളൂ നമുക്കിത്. അത് കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് എല്ലാം കൂടി അരച്ച് മിക്സ് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കാം. ഒരു ചീനിച്ചട്ടിയിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താളിപ്പ് പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്കിത് കിച്ചടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് നമുക്ക് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാൻ പറ്റിയെന്ന്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.